ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഞങ്ങളിന്ന് ബാലവാടി പോവാണ്. ഇന്ന് ശിശുദിനമാണ്. അവിടെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ശിശുദിനം. ഞങ്ങൾ പോയിട്ട് വരാം. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഹായ് കൊടി, ഹായ് പറഞ്ഞേ. ഹായ്. പോവാനുള്ള തിരക്കിൽ വയ്ക്കുകയാണ്. ഹായ് 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 ഹായ്. ഒപ്പറും പോകാൻ നിൽക്കുവാണല്ലോ കേട്ടോ. ഹായ് പറഞ്ഞു എല്ലാവർക്കും. പൊടിമോള് ഹായ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ. നമ്മുടെ അടുത്തുള്ള ക്ഷേത്രമാണ് താവരിയാട് എന്ന് പറഞ്ഞു. അവിടെ ഇനിയിപ്പം ഡിസംബറിൽ അവിടെ തെയ്യം വലിയ ഉത്സവമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതാ കണ്ട വേറൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു കൊന്ന നിറച്ചും പൂത്ത് നിൽക്കുന്നു. ഏപ്രിലാണല്ലോ സാധാരണ പൂക്കുന്നത്, പക്ഷേ ഇത് ഇപ്പോഴേ പൂത്ത് നിൽക്കുകയാണ്. ഇത് നമ്മുടെ അടുത്ത് അവിടെ പോകുന്ന വഴിക്ക് തന്നെയുള്ള മുച്ചിലോട്ട് അമ്പലമാണ്. ഒരു ഇച്ചിരി ദൂരമുണ്ട്, ഒരു 5-10 മിനിറ്റ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നടക്കണം. കുളവും എന്താ പറയുക, അടിക്കുളം എന്ന് പറയും, പിന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ കുളമുണ്ട്. അങ്ങനെയൊക്കെ ആ വഴികളിലൂടെയൊക്കെയാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചെന്ന് മാത്രമേ. ഇവിടെയൊക്കെ എല്ലാവരും കുളിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ അടുത്താണ് നമ്മുടെ ബാലവാടി. ബാലവാടിയിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ശിശുദിനത്തിൻ്റെ പരിപാടിയാണ്. ഇവിടെ പിള്ളേർ തീരെ കുറവാണ് കേട്ടോ. 3-4 പേരേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഈ 3 വയസ്സിൽ താഴെയുള്ള മക്കളുള്ള അമ്മമാരോടും ഇന്ന് ന്യൂട്രിമിക്സും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ വാങ്ങാൻ വേണ്ടിയിട്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു. പിന്നെ ചെറിയ ആഘോഷത്തിൽ അവരുടെ ചെറിയ ചെറിയ ആഘോഷങ്ങളിലും ചെറിയൊരു ജാഥയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിലുമൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടാളും കൂടെ രാവിലെ പോയത്. കുട്ടികളെയൊക്കെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ തൊപ്പി വെച്ച് കൊടുത്തു, ബലൂണ്, പിന്നെ റോസാപ്പൂ എല്ലാം വെച്ച് കൊടുത്ത് അവർ റാലിക്ക് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഇതും നമ്മുടെ പൊടിമോളെ പോലെയുള്ള ചെറിയൊരു മോളാണ്. അത്രേ ആയിട്ടുള്ളൂ മോളും. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. പൊടിമോൾക്ക് കുറച്ച് കുശുമ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബലൂണൊക്കെ കിട്ടിയപ്പം കുറച്ചൊന്ന് ആൾ റിലാക്സായി. കാരണം രാവിലെ 11 മണി വരെ ആയിപ്പം പൊടിമോടെ ഉറക്ക ടൈം. ഞാനപ്പോൾ രാവിലെ 10:30 ആയപ്പോൾ അവിടെ പോകേണ്ടതുള്ളതുകൊണ്ട് വേഗം വിളിച്ച് എണീപ്പിച്ചിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരിതുണ്ട്. അപ്പോൾ ഞങ്ങൾ റാലി തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ സ്വന്തം ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി, പനീർ പൂവിൻ ചങ്ങാതി. റാലിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും പൊടിമോൾക്ക് ദാഹിച്ചു പോയി. ഞാൻ നല്ല ചൂടുവെള്ളം കരുതിയിട്ടുണ്ടായിരുന്നു കയ്യിൽ. പാലൊക്കെ കുടിച്ചിട്ടാണ് പോയത്. അത് കാരണം ഞാൻ ചൂടുവെള്ളമാണ് എടുത്തത്. പിന്നെ അതിന് ശേഷം ടീച്ചർ മുട്ടായി എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും. എനിക്ക് തന്നു. മോള് കഴിക്കില്ലല്ലോ. അങ്ങനെ കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്നു കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പുള്ളി വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ചെറിയൊരു മധുരം അവർ പായസം ആക്കിയിട്ടുണ്ടായിരുന്നു, സേമിയ പായസം. അതുമൊക്കെ എല്ലാവർക്കും തന്നു. ഓരോരുത്തർ വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ സമയം. ഇനിയിപ്പോൾ നമുക്ക് മോടെ വെയ്റ്റും ഹൈറ്റും ഒക്കെ എടുക്കണം. ന്യൂട്രിമിക്സിന് ഓരോ മാസവും അങ്ങനെയാണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതാ ഒരു കുട്ടിയുടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പൊടിമോളെക്കാളും ഇച്ചിരി കൂടിയുള്ളൊരു മോടെ ഹൈറ്റ് എടുക്കുന്നതാണ് കേട്ടോ. നമ്മുടെ പൊടിമോടെ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പം ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കിനും പൊടിമോൾ കുറച്ചൊന്ന് ഫ്രീ ആയി. ഇതാ കുട്ടികൾ, ഞാൻ പറഞ്ഞല്ലോ 3-4 പിള്ളേരേ ഉള്ളൂ അവിടെ. അവരെല്ലാവരും ഇരുന്ന് കളിക്കുന്നുണ്ട്. അവർക്കിന്ന് വൈകുന്നേരം വരെ ക്ലാസ്സുണ്ട്, രാവിലെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം. അപ്പം ഞാൻ വിചാരിച്ചത് നമ്മുടെ പൊടിമോളെയും കൂടെ അങ്ങോട്ടൊന്ന് ഇരുത്തി നോക്കാം എങ്ങനെയാണ് പൊടിമോളുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ട് ഞാൻ പൊടിമോളെ അവിടെ ഇരുത്തി. പൊടിമോൾ അവിടെ നിന്ന് ഇതാ ബിൽഡിങ്ങിൻ്റെ കട്ടയൊക്കെ എടുക്കുമ്പോഴത്തേക്കിനും ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരു തട്ട് കൊടുത്തു. കുട്ടികളങ്ങനെയാണല്ലോ, അവർക്ക് അവരുടെ സാധനങ്ങൾ അവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരെണ്ണം കൊടുത്ത് പൊടിമോൾക്ക് എന്ത് കിട്ടിയാലും പൊടിമോൾ വായിലേക്കാന്ന്. അവിടെ ഒരു മോളുണ്ടായിരുന്നു. മോളെന്തെല്ലോ വന്ന് പറയുന്നുണ്ട്. എല്ലാവരും എന്തൊക്കെയോ വന്ന് മോളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്ത് കിട്ടിയാലും. പിന്നെ ടീച്ചർ എന്തോ ഒരു കളിപ്പാട്ടം കൊടുത്തു, ഒരു താറാവ് പോലത്തെ എന്തോ ഒരു സാധനം കൊടുത്തു. എല്ലാം വായിലേക്ക് തന്നെയാണ്. എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളാണല്ലോ, അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. ഇത് അവിടെ അവരുടെ മുറ്റത്ത് അവർ ടീച്ചറൊക്കെ നട്ട കുറച്ച് കൃഷി സാധനങ്ങളാണ്. ചീരയുണ്ട്, മുളകുണ്ട്, വഴുതന, അങ്ങനെയെല്ലാം.
അങ്ങനെ ന്യൂട്രി മിക്സും ഒക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ പോകുന്നു. വരുന്ന വഴിക്കാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്. നിങ്ങൾക്ക് അറിയാം, പ്രമീളേച്ചിയുടെ അടുത്തൊന്ന് കയറി ഞങ്ങൾ. കുറച്ച് സമയം അവിടെ ഇരുന്ന് ഒരു ബിസ്ക്കറ്റ് തിന്നുന്ന അതാ കാണുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ വെയിറ്റ് ഉണ്ടായിരുന്ന കാരണം പ്രമീളേച്ചി കുറച്ചിങ്ങോട്ട് നമ്മളെ വഴിക്കിങ്ങോട്ട് കൊണ്ടുവിട്ട് കേട്ടോ. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ഇടുക. നിങ്ങളുടെ കമൻസാണ് എനിക്ക് കൂടുതൽ ഊർജ്ജം തരുന്നത്, കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്.